വാസുവേട്ടനെ പറ്റി പറഞ്ഞില്ലല്ലോ. വിഡൽസിന്റെ ഉസ്താദാണ്. തള്ളെന്ന് പറഞ്ഞ പെറ്റ തള്ള സൈക്കിള്. ന്യൂയോർക്കിൽ ഉള്ള ഒരാള് ഒരു സാധാരണക്കാരനാണ്, ഇവിടെ വന്നിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ എന്നെ കാണാൻ വേണ്ടി വന്നു. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ. അപ്പൊ വന്നപ്പോ അയാളുടെ മകനുണ്ട്. മകൻ ഡിഗ്രി മെഡിക്കലിന് പഠിക്കുകയാണ്. നിന്റെ അപ്പൻ വിശ്വസിച്ചു. അപ്പൊ തൃശ്ശൂർ പാലക്കാടേക്ക് പോയി. ഭയങ്കര ആശ്ചര്യ കുട്ടിക്ക്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും ഇപ്പൊ പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചു തന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ കുളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്തത്? അല്ല സലീമിന് അറിയാമല്ലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ. അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ്. ഇപ്പൊ പോയട്ടോ, കരണക്കടിപ്പിച്ച് പോയി, ആള് പോയി. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ വിള്ളൽ, റോഡ് ഇടിയാൻ സാധ്യത. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഒരു വശം പൂർണ്ണമായും വിണ്ടിരിക്കുകയാണ്. ഇത് ഏത് സമയത്ത് വേണമെങ്കിൽ തൊട്ടടുത്ത 30 അടിയോളം താഴ്ചയുള്ള സ്ഥലമാണ്. അവിടേക്ക് ഇടിഞ്ഞു പോകാം. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. എടോ, ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ അധികാരത്തിലേറ്റിയ ഒരു സർക്കാരാണ് നിങ്ങളുടെ. എന്നിട്ടിപ്പോ എന്തോ ഉണ്ടായി? എടോ, ഇവിടുത്തെ റോഡുകൾ തോടോ അതോ റോഡോ? റോഡിനെ കുറിച്ച് പഠിക്കാൻ ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ട്രെയിനിൽ യാത്ര ചെയ്തു. ഒരു കുഴപ്പമില്ല. പിന്നെ പോകുമ്പോ വെള്ളത്തിൽ ചവിട്ടാൻ സൂക്ഷിച്ചു. വെള്ളം തൊട്ടാൽ അപകടം. ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ റോഡുകളിൽ ചോറ് വിളമ്പി കഴിക്കാമെന്നാണ് അധികാരികൾ അവകാശപ്പെടുന്നത്. നമ്മുടെ നാടെന്താ ഇങ്ങനായി പോയത്? വോട്ടിയുമ്പോ ആലോചിക്കണം എന്റെ ചേട്ടാ. എത്ര പത്രക്കാർ വന്നാലും കടക്കു പുറത്ത് എന്ന് പറഞ്ഞ് പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ പി ശശി. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, നമ്മുടെ ഇഞ്ചിന് തവിട് കൂടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിരപ്പായിട്ടിരിക്കുന്ന റോഡ് പിറ്റേ ദിവസം തന്നെ വാട്ടർ അതോറിറ്റിയോ അല്ലെങ്കിൽ മറ്റേ കേബിളുകാരോ കൊണ്ട് കുത്തിപ്പൊളിക്കുന്നു. ഒന്ന് സാറേ, ഇതൊന്ന് വേഗം തീർക്ക്, എന്നിട്ട് വേണം വാട്ടർ സപ്ലൈക്കാർക്ക് കുത്തിപ്പൊളിക്കാൻ. എനിക്ക് അറിയാൻ മേലാച്ചിട്ട് ചോദിക്കാം. പണ്ടാരോടങ്ങി ഇതെല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ചെയ്താ പോരെ. അപ്പൊ അങ്ങനെ വെട്ടുവേന് കിട്ടത്തില്ലല്ലയോ ജനങ്ങളുടെ തലവിധി. ഒരു വ്യവസായി വരുന്നുണ്ട് കേരളത്തിൽ പണം മുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ മുഖ്യമന്ത്രി നിസ്സാരമല്ല, പൈസ മുടക്കാൻ വേണ്ടി വന്നേന്ന് ചോദിച്ചു. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണ് തോന്നുന്നത്. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു. അപ്പൊ പുള്ളി ഞെട്ടി, മുഖ്യമന്ത്രി ഞെട്ടി. എന്താണ് കേരളത്തിൽ 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം വ്യവസായ സൗഹൃദം ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എങ്ങുമില്ല. ആന്തൂർ സാധനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? അപ്പോ ഇത് കേട്ടപ്പോ ഞാൻ വീണ്ടും ഇയാളെ അന്വേഷിച്ചു തന്നു. അയാളെ അന്വേഷിച്ചു ചെന്നപ്പോ അയാള് നമ്മുടെ പയ്യൻ കിടന്നില്ലേ, അതിന്റെ ഇപ്പുറത്തെ വാർഡിൽ. എന്റെ ദൈവേ, എനിക്കിത് കാണാൻ വയ്യ. അങ്ങനെ ഇല്ലാത്ത കഥകള്. അപ്പൊ ഡോക്ടർ പറയണ് മൂലമറ്റത്തിനുള്ള പവർ വെച്ച് ഷോക്ക് കൊടുത്തിട്ട് തീർന്നില്ല, ഇനി കരുകംകുളത്തുനിന്ന് മറ്റേ താപനിലയ്ക്ക് നിന്ന് വൈദ്യുതി വന്നാൽ ഇയാളുടെ ഇത് ഭ്രാന്തി മാറുമെന്ന് പറയാം.